ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെന്ന് കരുതുന്നു. ചെയ്യാത്തവരുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ചെയ്യുക, സാറിന് സെൻഡ് ചെയ്യുക. നമ്മൾ ഈ ക്ലാസ്സിൽ കുറച്ച് ക്ലാസ് കൊണ്ട് നമ്മൾ ഹ്യൂമൻ ഫിഗർ, ഫേസ്, നോസ് അങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് പെൻ ആൻഡ് ഇങ്കിൻ്റെ ഒരു വർക്കാണ്. മീഡിയം പെന്നാണ്, പക്ഷേ കളർ നിങ്ങൾ ബ്ലാക്ക് തന്നെ ഉപയോഗിക്കുക. ബ്ലൂ പെൻ കൊണ്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കഴിവതും ബ്ലാക്ക് പെൻ, ഇങ്ക് പെൻ ഉപയോഗിക്കുക. ഇവിടെ 3 തരത്തിൽ ആണ് നമ്മുടെ ലൈൻസിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ്. അത് ഹ്യൂമൻ ഫേസിനാണ്. നമുക്കറിയാം, നമ്മുടെ മുഖം പല ആകൃതിയിലാണ്. ഓവല്, സർക്കിള്, പിന്നെ തന്നെ ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, ഇങ്ങനെ പല ഘടകങ്ങൾ ചേർന്നാണ് നമ്മുടെ ഇങ്ങനെ ഈ ഷേപ്പിലാണ് നമ്മുടെ മുഖങ്ങളിരിക്കുന്നത്. അതിൻ്റെ ഒരു ബേസിക് ഫോമാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലൈൻസിൻ്റെ പ്രത്യേകതകൾ. അപ്പം ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ ലൈൻസാണ്? സ്പേഴ്സ് സ്കെച്ചിങ്, ഡെൻസ് സ്കെച്ചിങ് ആൻഡ് ക്രോസ് സ്കെച്ചിങ്. ഈ ടൈപ്പിലാണ് നമ്മൾ ലൈൻസ് കൊടുക്കുന്നത്. സ്പേഴ്സ് സ്കെച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരേ നിരപ്പിലേക്ക് പോകുന്ന, ഒരേ രീതിയിലേക്ക്, ഒരു ആംഗിളിലേക്ക് പോകുന്ന ഒരു തരം ലൈൻസാണ്. സ്പേഴ്സ് സ്കെച്ചിങ് കണ്ടല്ലോ, ഇത് ഒരേ സ്ഥലത്തോട്ട് അല്ലെങ്കിൽ ഒരേ ലൈൻ ഷേപ്പിലേക്ക് പോകുന്ന ലൈൻസുകളാണ്. അധികം തിക്കുമില്ല, എന്നാലും ഒരേ സ്ഥലത്ത് ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ പോകുന്നതാണ്. അതിനകത്ത് അതുപോലെ തന്നെയാണ്. നെക്സ്റ്റ് വരുന്ന ഡെൻസ് സ്കെച്ചിങ് നോക്കിക്കേ, അല്പം കൂടെ തിക്കായിട്ടാണ്. അതുപോലെ ഹാർഡായിട്ട് കളറാണ്. ഇച്ചിരി ബ്ലാക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അത് ചെയ്തേക്കുന്നത്. കണ്ടോ, തിക്കായിട്ടുള്ളതാണ്. അതുപോലെ ക്രോസ് സ്കാച്ചിങ് നോക്കിക്കേ, ചരിഞ്ഞും പോകുന്നുണ്ട്. ഈ ചരിഞ്ഞ് പോകുന്ന ടൈപ്പിലാണ്. ക്രോസ് ചെയ്താണ് പോകുന്നത്, 2 ടൈപ്പിലേക്കും ഡാർക്ക് ലൈറ്റിലേക്കും. ഇതേ ആകൃതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ കൊടുത്തേക്കുന്നത് മുടിയുടെ, നിങ്ങൾക്കറിയാം, എക്സാമ്പിൾ മുടിയുടെ തരത്തിലേക്ക് ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഏതാണ്? സ്പേഴ്സ് സ്കാച്ചിങ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ സൈഡിലേക്ക് പോകുമ്പോഴും അത് തന്നെയാണ് അനുവർത്തിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴും ഏകദേശം അത് തന്നെയാണ് അനുവർത്തിക്കുന്നത്. എന്നാൽ ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, ഇവിടെ സ്പേഴ്സ് സ്കെച്ചിങ് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇവിടെയുള്ള ഈ ഭാഗങ്ങളിൽ കണ്ടോ, ഇവിടെ ഉപയോഗിച്ചേക്കുന്ന രീതി, പിന്നെ ക്രോസ് കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ലൈൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഡ്രോയിങ്ങുകളാണ് ഇത് യഥാർത്ഥത്തിൽ. പക്ഷെ അത് നമ്മളെങ്ങനെയാണ് പെന്നി ചെയ്യണം. പെന്നി ചെയ്യുമ്പോൾ ആ ലൈൻസിന് ഒരു പ്രത്യേക, അതായത് ആ ബ്ലാക്കും കൂടെ ആകുമ്പം ഒന്നും കൂടെ എഫക്റ്റ് ആയിരിക്കും. അപ്പം ആദ്യം നിങ്ങൾ ഇതിൻ്റെ പിക്ചർ നിങ്ങളുടെ പ്ലെയിൻ ബുക്കിൽ ഇതിൻ്റെ വർക്ക് ചെയ്യണം. പ്ലെയിൻ ബുക്കിൽ ഇതുപോലെ വരച്ചിട്ട് നിങ്ങൾ ഇങ്ക് പെന്ന് കൊണ്ടുപോയി ചെയ്യുക. അതിനുശേഷം ഇതിൽ വരയ്ക്കുക. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം, അല്ലെങ്കിൽ ഇതൊക്കെ പഠനത്തിൻ്റെ ഉദ്ദേശം, നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാനും, ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ക്യാരക്ടർ പെട്ടെന്ന് മനസ്സിലാക്കാനും, അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ക്യാരക്ടർ കാണുമ്പം നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാകും. അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതെല്ലാം വേണ്ടിയാണ്, പ്രത്യേകിച്ച് സ്റ്റഡിയാണ് നമ്മുടെ ഉദ്ദേശം. ഈ സ്റ്റഡി നടത്തുമ്പോൾ ഈ പ്രത്യേകിച്ച് ഹ്യൂമൻ ഫിഗർ, അതിന് സിമിലാരിറ്റീസ്, ഈ ഫിഗറും മറ്റുള്ള ഫിഗറും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെ കണ്ടുപിടിക്കാനും അതങ്ങനെ പഠിക്കാനും വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടെൻഡൻസി കൂടുതൽ നിങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. ഒരാളുടെ മുടിയുടെ ശൈലി കാണുമ്പോൾ അയാൾ ഇത്തരം ഉപയോഗിക്കുന്ന ആരെങ്കിലും വേറെ ആളുകൾ ഈ തരത്തിൽ മുടി വളർത്തുന്നുണ്ടോ, അല്ല അതിൻ്റെ ആ ശൈലി. അപ്പോൾ അത് നമുക്ക് കണ്ട സിമിലാരിറ്റീസാണ്. ഒരാൾ താരതമ്യേന പഠനം എന്ന് പറയും. അപ്പോൾ ആ തരത്തിൽ നമ്മളതിനെക്കുറിച്ച് പഠിക്കാനും അങ്ങനെ ഒരു വർക്ക് ചെയ്യാനും, അതുപോലെ നമ്മുടെ ഓരോ സബ്ജക്റ്റിനകത്തും ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഓരോ ആംഗിളിലായിട്ടുള്ള ഒരു പ്രത്യേകതയുള്ളുണ്ട്. ആ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം ശൈലികൾ അല്ലെങ്കിൽ നമ്മൾ പഠനങ്ങൾ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ വർക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.